നമസ്കാരം. കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങളിൽ ഒന്നാണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മകളുടെ പ്രതികരണങ്ങൾ. ഈ വീഡിയോ കാണുന്ന പലരും ആ സോഷ്യൽ മീഡിയ റീൽസ് കണ്ടിട്ടുമുണ്ടാകും. അതിലെ രോഷവും കരച്ചിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ആ റീൽസ് കണ്ട് നമ്മൾ വിശ്വസിച്ചതൊക്കെയാണോ റിയൽ? എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം? ആരാണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ദുരന്തത്തെ വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ആയുധമാക്കി മാറ്റിയ ആ ഒരു തിരക്കഥാകൃത്ത് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സിനിമകളിൽ വില്ലന്മാരുടെ എൻട്രി എങ്ങനെയാണോ അതുപോലെയായിരുന്നു പിണറായി വിജയനും സംഘവും ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഏതാണ്ട് ഉറപ്പാവുന്നത് ഈ നാടകത്തിന്റെ സംവിധായകൻ ഒരു വക്കീൽ തന്നെയാണ്. കോവളം മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന CPM നേതാവെന്ന ചുമതലയുള്ള പണ്ട് മുതലേ നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തി. ഈ കുടുംബത്തിന്റെ ദുരന്തം തുടങ്ങിയ അന്നു മുതൽ ആ വക്കീൽ അവിടെയുണ്ട്. ആ കുട്ടിയുടെ ഓരോ വാക്കും ആ വക്കീൽ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് വ്യക്തമാക്കും വിധം ആ പെൺകുട്ടി പ്രതികരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീരല്ല, മറിച്ച് ഒരു രാഷ്ട്രീയക്കാരന്റെ നെറുകെട്ട അജണ്ട തന്നെയാണ്. മുഹമ്മദ് റിയാസും ശിവൻകുട്ടിയും ഒക്കെ ആ വീട്ടിൽ വന്നിറങ്ങിയപ്പോൾ തോന്നിയ ആ സംശയം ഒട്ടും തെറ്റിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മകൾ ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും വന്നപ്പോൾ ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചത്? എന്നിട്ട് പിണറായി വിജയനും മറ്റ് CPM നേതാക്കളും എത്തിയപ്പോൾ അതേ മകളുടെ മുഖത്ത് എന്തുകൊണ്ടാണ് ഒരു പുഞ്ചിരി വിരിഞ്ഞത്? ഒരു കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ട സങ്കടമല്ല, മറിച്ച് ഒരു പാർട്ടിയുടെ ഉന്നത നേതാവിനെ കാണാൻ പറ്റിയ ആവേശമാണ് ആ ഒരു മുഖത്ത് നമ്മൾ കണ്ടത്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. കാണാതായ അച്ഛനാണോ വലുത്, അതോ CPMന്റെ ആദർശമാണോ വലുതെന്ന് ഈ കുട്ടി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം. ഓഖി ദുരന്തം മുതൽ ഇന്ന് വരെ 480-ലധികം പേരാണ് കടലിൽ മരണപ്പെട്ടത്. 160ഓളം പേരെ കാണാതായിട്ടുമുണ്ട്. അന്നൊന്നും ഈ പെൺകുട്ടിയെ പോലെ ആരും ഇങ്ങനെ പ്രതികരിച്ചു കണ്ടിട്ടുമില്ല. അന്നൊന്നും ആരും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഒറ്റ പിടിവാശി പിടിച്ചു കണ്ടിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം? ഭരണം പോയതിന്റെ പേടി, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് എങ്ങനെയും സർക്കാരിനെ താഴെയിറക്കണം. അതിനായി ഒരു പാവം പെൺകുട്ടിയെ കരുവാക്കുക. അതാണ് ഈ വക്കീലും കൂട്ടരും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിണറായിയും കൂട്ടരും തിരിച്ചറിഞ്ഞില്ല ആളുകൾ ചിന്താബോധമുള്ളവരും യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങിയവരും ആണെന്നുള്ളത്. ഇവർ ആദ്യം ആലോചിക്കേണ്ടത് ഈ ഒരു കുട്ടിയെ അവർ എത്ര നാൾ താങ്ങി നടക്കും? അത് എളുപ്പമാണ്. കാര്യം നടക്കുന്നത് വരെ ഇവർ കൂടെ ഉണ്ടാകും. അർജുനായങ്കയും വീണയും ഒക്കെ സംരക്ഷിക്കാൻ ഇറങ്ങി അവസാനം ജയിലിൽ പോയ 26 സഖാക്കളുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. അവർക്ക് താൽക്കാലിക നേട്ടം മാത്രമേ ലക്ഷ്യമുള്ളൂ. എന്നാൽ പിന്നിൽ നിന്ന് കുത്താൻ ഒരുപാട് മുതിർന്ന നേതാക്കൾ മുഖംമൂടി അണിഞ്ഞ് ഒളിച്ചിരിപ്പുണ്ടെന്ന് നാട്ടുകാർക്ക് പണ്ടേ അറിയാം. കുടുംബ പ്രശ്നങ്ങളിൽ എപ്പോഴും ഇടപെട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്ന ആ പഴയ ശൈലി തന്നെയാണ് ഇപ്പോഴും CPM പിന്തുടരുന്നത്. ആ ഗ്രാമപഞ്ചായത്തിൽ പണ്ട് തെരുവ് നായ കടിച്ച് ആളുകൾ മരിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവരാണ് ഇന്ന് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുകുന്നത്. അന്ന് ഇതൊന്നും ചർച്ചയാക്കാതിരുന്നതും ഇന്ന് അതിന് മാത്രം വലിയ വാർത്തയാകുന്നതും ഇതിനു പിന്നിൽ ആസൂത്രണം ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ കുട്ടിയുടെ പിതാവിനെ കണ്ടെത്താൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. അത് നാട്ടുകാർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാവും. പക്ഷേ ചിലർക്ക് വേണ്ടത് പിതാവിനെയല്ല, മുഖ്യമന്ത്രിയുടെ രാജി മാത്രമാണ്. അച്ഛൻ മടങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, മുഖ്യമന്ത്രി VD സതീശൻ രാജിവെച്ചാൽ മതിയെന്ന മനോഭാവമാണ്. ഇതൊരു കുടുംബത്തിന്റെ വേദനയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുപ്പായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇനി CPM നേതാക്കളോട് ചോദിക്കാനും പറയാനുമുള്ളത് ഒന്നാണ്, കുത്തിത്തിരിപ്പുകൾ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? 2001 തെരഞ്ഞെടുപ്പ് മുതൽ നമ്മുടെ നാട് അനുഭവിക്കുന്ന രാഷ്ട്രീയ പോരിനും അകൽച്ചയ്ക്കും ഒരു ശമനം കണ്ടുവരുന്നതേയുള്ളൂ. ആ മുറിവുകൾ ഉണങ്ങി വരുന്നിടത്താണ് വീണ്ടും ഇത്തരം കുത്തിത്തിരിപ്പുകളുമായി വരുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു അനാചാരമാണ്. ഒരു പാവം പെൺകുട്ടിയെ രാഷ്ട്രീയ കളിപ്പാട്ടമാക്കരുത്. അന്തം കമ്മികളോട് ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ എന്നാണ് ഇനി ഒന്ന് നന്നാവുക? പാർട്ടി പറഞ്ഞാൽ എന്തു അസംബന്ധവും വിശ്വസിക്കുന്നവരാകരുത് നിങ്ങൾ. ഈ ഒരു കുട്ടി നാളെ തിരിച്ചറിയും തന്നെ ഇവർ ചതിക്കുകയായിരുന്നുവെന്ന്. അന്ന് ഈ വക്കീലും കൂടെ നിൽക്കുന്നവരും പാർട്ടിക്കാരും വേറെ ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും പുതിയ ദുരന്തവുമായി കാത്തിരിപ്പുണ്ടാകും.